സ്വാമിയെ ശരണമയ്യപ്പ. നമസ്കാരം. 1902 മുതൽ 2025 വരെ എടുത്താൽ നിരവധി തവണ ശബരിമലയിൽ തീപിടുത്തം ഉണ്ടായിട്ടുണ്ട്. തീ വച്ചിട്ടുമുണ്ട്, സ്വാഭാവിക തീപിടുത്തം ഉണ്ടായിട്ടുണ്ട്, വാഹനങ്ങൾ തീപിടിച്ചിട്ടുണ്ട്, ഒരുപാട് തീപിടുത്തങ്ങളുണ്ടായി. പക്ഷേ ഇത് സംബന്ധിച്ച് പറയപ്പെടുന്ന ഒരു വിശ്വാസം ദേവനോ ദേവിക്കോ അനിഷ്ടമുണ്ടാകുമ്പോഴാണ് സ്വാഭാവികമായി അതിൻ്റെ സൂചനകൾ നൽകുന്നതാണ് ഈ തീപിടുത്തം എന്ന് പറയാറുണ്ട്. പക്ഷെ അതങ്ങനെ പറയുമ്പോൾ അത് ശരിയോ തെറ്റോ ഒന്നും നമുക്കറിയില്ല. അത് ദേവപ്രശ്നക്കാരും ഒക്കെ പറയേണ്ടതാണ്, തന്ത്രിയൊക്കെ പറയേണ്ടതാണ്, അല്ലെങ്കിൽ പൂജാരിയൊക്കെ പക്ഷെ അങ്ങനെയൊക്കെ വിശ്വാസമുണ്ട്. എന്തായാലും ശബരിമലയിൽ നടന്നിട്ടുള്ള തീപിടുത്തങ്ങളെക്കുറിച്ചൊന്ന് ചിന്തിക്കുന്നത് നന്നായിരിക്കും. 1902 ശേഷം 1925 ആകുമ്പോൾ ഒരു 100 വർഷം കഴിയുന്നു. എന്താണ് ഈ 100 വർഷത്തിനിടയിൽ അവിടെ സംഭവിച്ചത്? നമ്മൾ ഈ ശബരിമല വിശേഷങ്ങൾ ഇതിനകത്ത് ചെയ്യുന്നത് തർക്കമോ വഴക്കോ ആരെങ്കിലും മോശക്കാരാക്കാനോ തന്ത്രി കുടുംബത്തെയോ അല്ലെങ്കിൽ പോറ്റയുടെ കുടുംബത്തെയോ അല്ലെങ്കിൽ ഹരിവരാസൻ എഴുതിയ കുടുംബത്തെയോ ആരെയും ആളുകളെ ഒന്നും മോശമാക്കാനല്ല. പക്ഷെ നമ്മൾ സത്യം ഇങ്ങനെ കിട്ടുന്ന വിവരങ്ങൾ പറയുന്നു. ഇതിനേക്കാൾ പ്രധാനപ്പെട്ട കാര്യങ്ങൾ കിട്ടുകയാണ്, അപ്പോൾ നമ്മൾ കറക്റ്റ് ചെയ്ത് പോകാം. അങ്ങനെയാണല്ലോ പോകേണ്ടത്. എന്തായാലും ശബരിമല വിശേഷങ്ങളിലേക്ക് വീണ്ടും നമ്മൾ പോവുകയാണ്. യഥാർത്ഥത്തിൽ അവിടെ എന്താണ് സംഭവിച്ചത്? 1902 ആദ്യത്തെ തീപിടുത്തം ഉണ്ടാകുന്നത്. ആ കാലഘട്ടത്തിന് ഏറ്റവും വലിയ പ്രത്യേകത, മാസത്തിൽ ഒരു പ്രാവശ്യം മാത്രമേ മകരദിനവുമായി ബന്ധപ്പെടുത്തി ഒരു ദിവസം മാത്രമേ ക്ഷേത്രം തുറക്കാറുള്ളൂ. തിരുവിതാംകൂർ രാജാവായിരുന്ന അഗ്നിബാധ ഉണ്ടാകുന്ന സമയത്ത് തിരുവിതാംകൂർ രാജാവ് ശ്രീമൂലം തിരുനാളായിരുന്നു മഹാരാജാവ് തിരുവിതാംകൂർ ഭരിച്ചിരുന്നത്. ആ സമയത്ത് മണിക്കൂറുകളോളമാണ് ഈ 2002 അവിടെ തീപിടുത്തം ഉണ്ടായത്. അന്ന് ചാലക്കര റൂട്ട് നിലവിലില്ലാത്തതുകൊണ്ട് മേൽശാന്തിയൊക്കെ പടിഞ്ഞാറേപ്പാറ വഴിയിട്ടാണ് ക്ഷേത്രസന്നിധിയിൽ എത്തുന്നത്. അപ്പോൾ വളരെ കുറഞ്ഞ ആളുകൾ, മാവേലിക്കര ചെങ്ങന്നൂർ ഭാഗത്തുള്ളവരാണ് കൂടുതൽ, പിന്നെ പയ്യന്നൂരുള്ളവരുണ്ട്. ഇവരാണ് കൂടുതൽ അവിടെ മേൽശാന്തിമാരായിട്ടൊക്കെ വന്നെത്തുന്നത്. കാട്ടിലെ ആദിവാസി വിഭാഗത്തിലുള്ള ഒരു മലമ്പണ്ടാര നിവാസിയായിട്ടുള്ള നീലകണ്ഠനിൽ നിന്നാണ് പല വിവരങ്ങളും പുറത്ത് കിട്ടിയത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു പശ്ചാത്തലം. ഇനി എന്താണ് അവിടെ 2 പ്രാവശ്യമാണ് ശരിക്കും അവിടെ തീപിടുത്തം ഉണ്ടായിട്ടുള്ളത്. ഒന്ന് 1902 ജനുവരി, അതായത് 1977, പിന്നെ ക്രിസ്തു വർഷം, കൊല്ലവർഷം നോക്കാം, മലയാള വർഷം നോക്കുമ്പോൾ 77 മകരസംക്രമ ദിവസമാണ് ആദ്യത്തെ തീപിടുത്തം ഉണ്ടായത്. അന്ന് മേൽശാന്തിയായിട്ടുണ്ടായിരുന്നത് ചെങ്ങന്നൂർ മഹാക്ഷേത്രത്തിൻ്റെ കിഴക്ക് വശത്ത് കടക്കേത്ത് മഠത്തിൽ രാമൻ വാസുദേവൻ എമ്പ്രാന്തിരി ആയിരുന്നു അന്നത്തെ പോറ്റി. അപ്പോൾ ആ ശബരിമല ക്ഷേത്രത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ശ്രീകോവിലിൻ്റെ മണ്ഡപം, തിടപ്പള്ളി, ബലിക്കൽപ്പുല, ഇത് മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇതെല്ലാം ചെമ്പാണ് മേഞ്ഞിരുന്നത്. പക്ഷെ അത് ചെമ്പ് മേഞ്ഞത് കൂടുതൽ ചീത്തയാകാതിരിക്കാൻ, അന്ന് പണമെന്നുള്ള കാലമല്ലല്ലോ, ചീത്തയാകാതിരിക്കാൻ വേണ്ടി അതിൻ്റെ മുകളിൽ പുല്ല് മേഞ്ഞിരുന്നു. അപ്പോൾ പോകുന്നവർ നോക്കുമ്പോൾ ഒരു പുല്ല് മേഞ്ഞ അമ്പലമായിട്ടാണ് അത് കണ്ടിരുന്നത്. അപ്പോൾ ഈ ചെമ്പിന് മുകളിൽ പുല്ല് മേഞ്ഞിരുന്ന കഥയുമുണ്ട്. കൊല്ലവർഷം ഞാൻ ഈ പറഞ്ഞ 1077 അല്ലെങ്കിൽ 1902 ജനുവരിയിൽ മകരസംക്രമ ദിവസം ദീപാരാധനയ്ക്ക് നടയടച്ചിരിക്കുമ്പോഴാണ് മണ്ഡപത്തിൽ നിന്ന് പെട്ടെന്ന് കർപ്പൂരത്തിൽ നിന്ന് തീ ആളിക്കത്തുന്നത്. അത് അങ്ങനെ സ്വാഭാവികമായി സംഭവിച്ചതാണ്. അന്ന് ശ്രീകോവിലിൽ തീ പിടിച്ചു. നിമിഷങ്ങൾ കൊണ്ട് തീ എല്ലായിടത്തും പടർന്നു. ഉടൻ തന്നെ അവിടെ ഉള്ള എമ്പ്രാന്തിരി ഈ വിവരം അറിഞ്ഞു. തിരുമേനി തിരുവാഭരണങ്ങളെല്ലാം പെട്ടിയിലാക്കി താഴേക്ക് കൊടുത്തു. കുറച്ചേ കാണത്തുള്ളായിരിക്കും, എല്ലാം കൂടെ കൊടുത്തു. അതുകൊണ്ട് ആളുകൾ ഓടിമാറി. ഈ ഓടിമാറിയ സമയം കൊണ്ട് പഞ്ചലോക വിഗ്രഹമായ നിർമ്മിതമായിട്ടുള്ള അയ്യപ്പ വിഗ്രഹത്തിന് 6 തുലാത്തോളം, അതായത് ഏകദേശം 50-55 കിലോ ഭാരമുള്ള ഒരു വിഗ്രഹമാണ് അവിടെ ഇരുന്നത്. പഞ്ചലോക വിഗ്രഹമാണ്. ഇത്രയും ഭാരമുള്ള വിഗ്രഹം ഈ വ്യാസദേവൻ എമ്പ്രാന്തിരി എന്താന്ന് വെച്ചാൽ അത് കല്ലോടുകൂടി ഇളക്കിയെടുത്തിട്ട് ഭസ്മക്കുളത്തിൽ പോയി ചാടി. എന്തൊരു കഥയാ നോക്കൂ. ഒരു ദൈവത്തെയൊക്കെ രക്ഷിച്ചെടുത്ത് പോകുന്ന വിഗ്രഹമൊക്കെ പോണ കഥകൾ പഠിച്ചാൽ, ചാടിയതിന് ശേഷം ഈ എമ്പ്രാന്തിരി ഇങ്ങനെ ചാടുന്നത് ആരും കണ്ടില്ല. ആളുകൾ അങ്ങ് പോവുകയും ചെയ്തു. പിറ്റേ ദിവസം ആളുകൾ വരുമ്പോഴാണ്, പിറ്റേ ദിവസം വന്ന് നോക്കുമ്പോഴാണ്, കാരണം തീ കത്തിയതാണല്ലോ, വന്ന് നോക്കുമ്പോഴാണ് അമ്പലത്തിൽ പൂർണ്ണമായി ഭാഗികമായി തീ പിടിച്ചു. ഈ എമ്പ്രാന്തിരി ഭസ്മക്കുളത്തിൽ ഇതുമായി ഉണ്ട്. അത് പിന്നെ തിരിച്ചെടുത്തുകൊണ്ട് വന്നാണ് 1902 വീണ്ടും പൂജ നടത്തി. അത് പിന്നെ അതിൻ്റെ ഒരു ഭാഗമായി പിന്നെ അവിടെയെല്ലാം വ്രതശുദ്ധി പരിപാടികളൊക്കെ നടത്തി. അപ്പോൾ സ്വന്തം ജീവൻ പോലും പണയം വെച്ചുകൊണ്ടാണ് എമ്പ്രാന്തിരി ഇത് ചെയ്തത്. അതുകൊണ്ട് തന്നെ 40 വർഷത്തോളം എമ്പ്രാന്തിരിക്ക് അവിടെ ശബരിമലയിൽ മേൽശാന്തി ആയിരിക്കാൻ കഴിഞ്ഞു. വാസുദേവൻ എമ്പ്രാന്തിരി അയ്യപ്പ പൂജാരിയായിട്ട് 40 വർഷം ഉണ്ടായിരുന്നു. 1968 ചിങ്ങമാസം മുതൽ 1108 തുലാമാസം വരെ 40 വർഷത്തോളം ശബരിമലയിൽ എമ്പ്രാന്തിരി ഈ വാസുദേവൻ നമ്പൂതിരി ഉണ്ടായിരുന്നു. 1907 ധനു 30 ശബരിമല ക്ഷേത്രം കത്തി നശിച്ച കഥ പറഞ്ഞു. ക്ഷേത്രം പുതുക്കിപ്പണ കഥ പറഞ്ഞു. പഴയ നിലയിലാക്കാൻ ഏകദേശം 8 വർഷം എടുത്തു വീണ്ടും ഇതെല്ലാം കൂടെ പുതുക്കി പണിയുന്നതിൽ. 1985 മീനം 12 ശബരിമല ക്ഷേത്രത്തിൽ പുനഃപ്രതിഷ്ഠ നടത്തി. അന്ന് പ്രതിഷ്ഠാകർമ്മം നിർവഹിച്ച ചെങ്ങന്നൂർ താഴമൻ മഠത്തിൽ പ്രഭാകരൻ തന്ത്രിയായിരുന്നു. അതും ചെങ്ങന്നൂർക്കാരാണ്. ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണ ജോലികൾ ഏറ്റെടുത്ത മാവേലിക്കര പോളച്ചിറക്കൽ കൊച്ചുമൻ മുതലാളിയായിരുന്നു അത് ഏറ്റെടുത്തത്.
കൊല്ലം പുതുംകുളങ്ങര കൊട്ടാരത്തിൽ വെച്ചാണ് ശബരിമല ക്ഷേത്രം പുനർനിർമ്മിക്കാൻ ആവശ്യമായ മരപ്പണി ഉൾപ്പെടെയുള്ള പ്രവർത്തികൾ ചെയ്തത്. ചെങ്ങന്നൂർ കൊണ്ടുവന്ന് പമ്പയാറിലെ ആറന്മുള റാന്നി വഴി ശബരിമല എത്തിക്കാമെന്നാണ് ആദ്യം കരുതിയെങ്കിൽ ഒടുവിൽ ആ വഴി ഒഴിവാക്കി വണ്ടിപ്പെരിയാറിലെ മൗണ്ട് എസ്റ്റേറ്റിൽ നിന്ന് പടിഞ്ഞാറേപ്പാറ വഴി ശബരിമലയെ കൊണ്ടുപോയ ഇക്കാര്യങ്ങൾ മലയാള മനോരമ അന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട്. 1950 വജ്രജൂബിലി പതിപ്പിൽ പറയുന്നുമുണ്ട്, KM വർഗീസിന്റെ ലേഖനമായി. ഇനി രണ്ടാമത്തെ കഥയാണ് ചരിത്രത്തിൽ വന്ന മറ്റൊരു കഥ. ഈ ശബരിമല ക്ഷേത്രത്തിന്റെ കാട്, ശബരിമല കാട് കയ്യേറ്റം വെച്ചിരുന്ന കുറെ ആളുകളുണ്ട്, ഇത് ലക്ഷ്യം വെച്ചിരുന്ന കുറച്ച് ആളുകളുണ്ട്. അവർ അതിന് ഒരു മതവിഭാഗം എന്നൊക്കെ പറയുന്നു. അത് ഞാനിപ്പോൾ പറയുന്നില്ല, ഒരു ആരോപണമില്ല. പക്ഷെ ലക്ഷ്യം വെച്ചവരുണ്ട്. പിന്നെ നിലയ്ക്കൽ സമരമൊക്കെ വന്ന് നമ്മൾ കണ്ടതാണ്. അപ്പോൾ 1125 ഇടവം 6, അതായത് 1950 മെയ് 20 മകരമാസം പോയി. അത് മകരമാസമാണ്. പൂജ കഴിഞ്ഞ് ശബരിമല നട അടച്ചു. ആ മാസം അവസാനത്തോടെ പിന്നെ മകരം കഴിഞ്ഞ് പിന്നെ അടുത്ത തുറക്കണമല്ലോ, ധനുമാസ പൂജയ്ക്കായി ക്ഷേത്രം തുറക്കാനും മേൽശാന്തി ശബരിമല ക്ഷേത്രത്തിലെത്തി. അന്ന് മേൽശാന്തിയായിരുന്ന പയ്യന്നൂർ സ്വദേശി അബിഡി എന്ന് വിളിക്കുന്ന കൃഷ്ണൻ തിരുമേനിയായിരുന്നു. അപ്പോൾ പയ്യന്നൂർ സ്വദേശിയായിരുന്നു. അന്ന് ചാലക്കയം റൂട്ട് നിലവിലില്ലാത്തതിൽ മേൽശാന്തി പടിഞ്ഞാറേപ്പാറ വഴിയാണ് അവിടെ ക്ഷേത്രത്തിലെത്തിയപ്പോഴാണ് ക്ഷേത്രാവശിഷ്ടങ്ങളെല്ലാം വെന്തുവെണ്ണീറായി. ക്ഷേത്രത്തിന്റെ വിഗ്രഹത്തിൽ വലിയ പ്രശ്നങ്ങളാണ്. കഥകൾ വെള്ളി, നമ്മുടെ ഈ പിച്ചള കൊണ്ടുള്ള കോടാലി ഉപയോഗിച്ച് 15 വെട്ടുണ്ട്. ആഭരണങ്ങളൊന്നും കൊണ്ടുപോയിട്ടില്ല. അപ്പോൾ ഇത് കത്തി നശിച്ച്, സമ്പൂർണ്ണമായി കത്തി നശിച്ച് കിടക്കുകയാണ്. അപ്പോൾ അത് വലിയ കോളിളക്കം ഉണ്ടാക്കി, നാട്ടിൽ വലിയ പ്രശ്നം ഉണ്ടാക്കി. കാരണം എന്താണ്, ശബരിമല ക്ഷേത്രം കത്തിച്ചിരിക്കുകയാണ്. അപ്പോൾ 1950 കേട്ടോ. അപ്പം നമ്മുടെ ജനാധിപത്യ ഭരണക്രമം വന്നിട്ടില്ല, 57 EMS ഗവൺമെന്റ് വരുന്നത്. ഇത് വലിയ വിഷയമായതിനു ശേഷം എന്ത് സംഭവിച്ചു, അവിടെ പിന്നെ രാഷ്ട്രീയ അടിസ്ഥാനത്തിലുള്ള ചർച്ചകളും വാദങ്ങളും പ്രതിവാദങ്ങളും ക്രിസ്ത്യാനികളാണ് ഇത് വെച്ചതെന്നും, അല്ല ക്രിസ്ത്യാനികളിലും ഹിന്ദുക്കളിൽപ്പെട്ട വലിയ മാഫിയയാണ്, വനമാഫിയാണ് ഇത് കത്തിച്ചതെന്നും, അങ്ങനെ വലിയ ചർച്ച 1950 ചർച്ചയെക്കുറിച്ച് നടന്നു. അങ്ങനെ ഉടൻ തന്നെ ഒരു കമ്മിറ്റി വെക്കണം എന്ന് പറഞ്ഞു. IG കേശവമേനോനെ വെച്ചുകൊണ്ടുള്ള ഒരു കമ്മിറ്റിയും, DIG കേശവമേനോനെ വെച്ചുകൊണ്ടുള്ള ഒരു കമ്മിറ്റിയും അവിടെ ഉണ്ടാക്കി. ഈ കമ്മിറ്റിയിലാണ് പിന്നെ എന്ത് സംഭവിച്ചത്, കമ്മിറ്റി റിപ്പോർട്ടും വന്നു. അപ്പോൾ മദ്രാസ് സർവീസിലുണ്ടായിരുന്ന DIG ആണ് കേശവമേനോൻ. റിപ്പോർട്ട് വന്നു. അങ്ങനെ 1950 ജൂൺ 16 കേശവമേനോൻ തയ്യാറാക്കിയ റിപ്പോർട്ടിൽ പറയുന്നത്, അക്രമികൾ സ്റ്റോർ മുറിയും അടുക്കളയൊക്കെ അടിച്ചു പൊളിച്ച് അകത്ത് കയറി പാത്രങ്ങളെല്ലാം പുറത്തേക്ക് ഇടഞ്ഞു. ശ്രീകോവിലിൽ ഒരു മണ്ണെണ്ണ റാന്തൽ വിളക്കുണ്ടായിരുന്നു. മേൽശാന്തി അത് മൊഴി നൽകിയിട്ടുണ്ട്. പിന്നെ ആദിവാസികളാണ് അത് കണ്ടതായി പറയുന്നത്, മലയാളിയന്മാരാണ് അത് കണ്ടതായി, പുകയൊക്കെ കണ്ടതായി പറയുന്നത്. മണ്ണെണ്ണ ഉപയോഗിച്ച വസ്തുക്കൾ കാണപ്പെടില്ലായിരുന്നു. അക്രമികൾ ശ്രീകോവിൽ വെട്ടിപ്പൊളിച്ച് അകത്ത് കടന്നതും എല്ലാം 15 വെട്ടിന്റെ കഥയൊക്കെ ഞാൻ പറഞ്ഞു. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഈ റിപ്പോർട്ട് തീ വെച്ച് നശിപ്പിക്കാൻ കുറഞ്ഞത് 12 മണിക്കൂറെങ്കിലും എടുത്തുകൊണ്ടാണ് ഈ തീ വെച്ച് നശിപ്പിച്ചത്. അപ്പോൾ വലിയ അധ്വാനം നടത്തിയിട്ടാണ് ക്ഷേത്രത്തെ നശിപ്പിച്ചിരിക്കുന്നത് എന്നുള്ള ഒരു വിവരം കിട്ടുന്നുണ്ട്. അത് അവസാനം തകിടുമെല്ലാം പോയി. ഈ പ്രയത്നം പിന്നെ നെയ്യും തുണികൾ ഉപയോഗിച്ചുള്ള പിന്നെ തെളിവുകളൊക്കെ ലഭിച്ചിരുന്നു. ധാരാളം നെയ്യ് ഉപയോഗിക്കുന്ന സ്ഥലമാണല്ലോ അമ്പലമാകുമ്പോൾ. അപ്പോൾ അതൊക്കെ കൂടി ഉണ്ടായിരുന്നു. ഇത് മലമ്പണ്ടാര നിവാസിയ നീലകണ്ഠൻ, ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, നീലകണ്ഠനിൽ നിന്നാണ് വിവരങ്ങൾ കിട്ടിയത്. വലിയ മഴ അവിടെ 17 ഉണ്ടായിരുന്നു. അപ്പോൾ 16 സംഭവിക്കുന്നു, 17 വലിയ മഴയാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് കണ്ടുപിടിക്കുക, തെളിവെടുക്കുക എന്ന് പറയുന്ന വലിയൊരു പ്രയാസമാണ്. പിന്നെ പുക ഉയരുന്നത് കണ്ടു. 11 ഇടവം 6 11 ഇടയ്ക്ക് പുക ഉയരുന്നത് കണ്ടു എന്നാണ് ആദിവാസി പറയുന്നത്. അപ്പോൾ എന്തായാലും 1120 ഇടവം 6 11 ഇടയ്ക്ക് ആയിരിക്കണമെന്നും കേശവമേനോൻ റിപ്പോർട്ട് പറഞ്ഞു. എന്തായാലും ജൂൺ 16 പോലീസിന് വിവരങ്ങളൊക്കെ ലഭിച്ചു. 2 ദിവസം കഴിഞ്ഞാണ് പോലീസിന് വിവരം കിട്ടുന്നത്. അതാണ് തമാശ. തീ വെച്ച് 2 ദിവസം കഴിഞ്ഞാണ് പോലീസിന് ഈ വിവരം കിട്ടുന്നത്. അതെല്ലാം കാരണം അവിടെ നിന്ന് കാട്ടിൽ നിന്ന് നാട്ടിൽ വന്ന് പറയണം പോലീസ് സ്റ്റേഷനിൽ. അതെല്ലാം വന്ന് ഈ വിഷയത്തിൽ ആദ്യം മുതലേ ഉദാസീനതയായിരുന്നു. സർക്കാർ റിപ്പോർട്ടൊന്നും പുറത്തുവിട്ടില്ല. അങ്ങനെ ഇരുന്നപ്പോഴാണ് 1957 EMS ഗവൺമെന്റ് വരുന്നത്. EMS ഗവൺമെന്റ് വരുമ്പോഴും ഇത് പുറത്ത് വിടാതിരുന്ന് അങ്ങനെയാണ് റിപ്പോർട്ട് പുറത്തു വിടാതിരുന്ന് അവസാനം ഈ കേശവമേനോൻ റിപ്പോർട്ട് പുറത്തുവിടണം എന്ന് പറഞ്ഞ് 87 ഡിസംബർ 13 നിയമസഭയുടെ മേശപ്പുറത്ത് വെച്ചു. അത് രേഖകളുടെ ഭാഗമായി മാറി. 57 മേശപ്പുറത്ത് വെച്ചു EMS. പക്ഷെ അത് എന്ത് സംഭവിച്ചില്ല, ആർക്കും കോപ്പി കൊടുത്തില്ല. അത് കോപ്പി കൊടുക്കാതെ രഹസ്യമായി വെച്ചു. പക്ഷേ 1987 ആകുമ്പോൾ അത് വീണ്ടും ഡിസംബർ 13 വീണ്ടും റിപ്പോർട്ട് കേരളയുടെ മേശപ്പുറത്ത് വെച്ചു. അത് ആർക്കൈവിൽ ഇപ്പോൾ ഉണ്ട്. എന്തായാലും ദേശബന്ധു എന്ന് പറയുന്ന ഒരു പത്രം കോട്ടയത്ത് നിന്ന് ഇറങ്ങി, ഇപ്പോൾ ആ പത്രം ഇല്ല. 1950 ഡിസംബർ 14 ഈ റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം പ്രസിദ്ധീകരിച്ചു. അന്ന് 1957 തന്നെ പ്രസിദ്ധീകരിച്ചു. മേൽ നടപടികളൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളത് വളരെ രസകരമാണ്. ഇനി 1950 ഈ തീവെപ്പ് കഴിഞ്ഞതിന് ശേഷം, ഒരിക്കൽ തീ പിടിച്ചു, പിന്നെ തീവെപ്പ് കഴിഞ്ഞതിന് ശേഷം 2022 ഡിസംബറിൽ ശബരിമലയിലെ കൊപ്രാപുരയിൽ തീപിടുത്തമുണ്ടായി. 23 ഫയർ ക്രാക്കറിന്റെ യൂണിറ്റിൽ തീപിടുത്തമുണ്ടായി.
24 വീണ്ടും കൊപ്രാപുരയിൽ തീപിടുത്തമുണ്ടായി. 25 വാഹനം പമ്പയിലേക്ക് പോയിക്കൊണ്ടിരുന്ന വാഹനത്തിന് തീപിടിച്ചുകൊണ്ട് തീപിടുത്തമുണ്ടായി. അപ്പോൾ 1902 മുതൽ 2025 വരെയുള്ള 100-123 വർഷം എടുക്കുമ്പോൾ വളരെ രസകരമാണ് ശബരിമലയിലെ കത്തിക്കലും കത്തലുമൊക്കെ. ഈ ക്ഷേത്രം അന്ന് മാസത്തിൽ ഒരു ദിവസമാണ് തുറന്നിരുന്നത്. കാനന ക്ഷേത്രമായിരുന്നു അന്ന്. ഞാനീ പറഞ്ഞതുപോലുള്ള സംവിധാനം. പിന്നെയാണ് ഇത് 1950 ഈ വിഗ്രഹം കൂടി നശിച്ചതിന് ശേഷം തിരുവിതാംകൂർ, അത് വേറൊരു കഥ കേൾക്കുന്നത്, അതും കഥയാണ്. തിരുവിതാംകൂർ വിഗ്രഹത്തിൻ്റെ രൂപമൊക്കെ നശിച്ചതിന് ശേഷം തിരുവിതാംകൂർ രാജകുടുംബത്തിൽ ചെന്ന് അവിടുത്തെ തേവാരപ്പുരയിൽ ഉണ്ടായിരുന്ന ഒരു വിഗ്രഹത്തിൻ്റെ മോഡൽ കണ്ടിട്ടാണ്, മാതൃക കണ്ടിട്ടാണ് പിന്നെ ശബരിമലയിലെ വിഗ്രഹം അങ്ങനെ പണിതു എന്നൊരു വാദവും പറയുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കഥ. എന്തായാലും 1902 മുതൽ 2025 വരെ വിവിധ ഘട്ടങ്ങളിൽ ശബരിമലയിൽ തീപിടുത്തം, അപകടം ഉണ്ടായിട്ടുണ്ട്. അതിൽ 1950 തീപിടുത്തം ഇപ്പോഴും റിപ്പോർട്ടൊക്കെ പുറത്തു വന്നെങ്കിലും ആര് കത്തിച്ചു, എന്തിന് കത്തിച്ചു എന്നുള്ളത് നാളിതുവരെ ഈ മതേതര കേരളത്തിൽ ആരും ആരോടും പറഞ്ഞിട്ടില്ല.